ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് രാവിലെ പിള്ളേരെ മദ്രസയിലേക്ക് കൊണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല, അത് തട്ടിക്കൂട്ടെടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതാണ് പിള്ളേരെ അങ്ങനെ മദ്രസയിൽ കൊണ്ടാക്കാൻ പോവാണ്. അപ്പോൾ മദ്രസയിൽ എന്താ പറയുക, റോഡ് മുറിച്ച് കിടക്കണം. അപ്പോൾ അതാണ് രാവിലെ പോകുമ്പോൾ കൊണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഓരോ കൊണ്ടാക്കിയിട്ട് നേരെ ചിക്കൻ കറി വയ്ക്കാൻ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ തന്നേക്കാണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിക്കുള്ള കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്ത് തന്നു. അങ്ങനെ ഒന്ന് മേടിച്ച് എന്താ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെന്നിട്ട് സമയം ഉണ്ടെങ്കിൽ കറി വെക്കണം. അപ്പോൾ വരുമ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കറി വയ്ക്കണം. സാധാ നോർമൽ കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞിരിക്കണം. കറിക്കുള്ള സബോളയും തക്കാളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സബോളയുടെ തൊലി കളഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്താ പറയുക, സിമ്പിളായിട്ട് ആണ് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് എന്താ പറയുക, വേറെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യണമൊന്നുമില്ല, എല്ലാവരും വെക്കണ പോലെ തന്നെ. പിന്നെ ഇത് സമയം ഉണ്ടെങ്കിലാണ് കറി വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ സമയം 11 മണി ടൈം ആയിട്ടുണ്ട്. 11 മണി കഴിഞ്ഞിട്ടുണ്ട്. 11:15 11:30 പിള്ളേരെ ട്യൂഷന് കൊണ്ടാക്കണം. ഇപ്പോൾ സമയം ഏതാണ്ട് 11:15 11:20 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സബോളൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് പോവാം എന്നാണ് വിചാരിക്കുന്നത് കൊണ്ടാക്കാൻ. അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം കൊണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഓട്ടോറിക്ഷത്തിന് കൊണ്ടാക്കിയിട്ട് ആ ഓട്ടോറിക്ഷയിൽ തന്നെ എനിക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഞാൻ സബോളക്കട അരിഞ്ഞ് വെച്ചു. ഇനി പിള്ളേരെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ്. പിള്ളേരൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിള്ളേരൊക്കെ കൊണ്ടാക്കി വന്നു. ഡ്രസ്സൊക്കെ മാറി ശേഷം ചിക്കൻ കറി വയ്ക്കാനായിട്ട് അടുക്കളയ്ക്ക് വന്നു. കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കർ വെച്ച് വെളിച്ചെണ്ണ വെച്ച് കുപ്പി ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. എന്താ പറയുക, കുറേ ആളായി ഇങ്ങനത്തെ ഒരു കുപ്പി മേടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ മേടിച്ചു. 2 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായ ഇലയ്ക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ സബോള, പച്ചമുളക് ഇതൊക്കെയാണ് ഇടുന്നത്. വെളുത്തുള്ളി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ടില്ല, എന്നാലും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ പൂർണ്ണമായിട്ട് വെക്കണതും കാണിക്കണമെന്നില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സബോള അതൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് പൊടികളിട്ടിട്ട് പിന്നെ ലാസ്റ്റ് തക്കാളി ഇടുകയും ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ചിക്കൻ എന്താ പറയുക, പിള്ളേർക്ക് വറക്കാനായിട്ട് കുറച്ച് അധികമൊന്നുമില്ല, കുറച്ച് എടുത്തിട്ട് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയാണ്. വറക്കാൻ മാത്രമൊന്നുമില്ല, കറി വയ്ക്കാനുണ്ടായിരുന്നല്ലോ. അങ്ങനെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ വേഗം കഴിയും. അപ്പോൾ അങ്ങനെ 2 ട്രിപ്പ് ഇടാനുള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വേഗം ഇട്ടിട്ട് വറുത്തെടുക്കണം. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞത് ഇത് വെറുതെ ഒന്ന് ആലോചിച്ചപ്പോൾ വെറുതെ തട്ടിക്കൂട്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്സ് വീഡിയോയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പുറത്ത് നല്ല മഴ, അടിപൊളി മഴ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര ഉള്ളപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞ അതെല്ലാം ചെയ്യുക. അപ്പോൾ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.